ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാറൂസ് പാരഡൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ ഡേ 9 ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഹെയർ മാസ്ക് ആണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഇന്ന് ആവശ്യമുള്ളൂ. ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും, കണ്ടിന്യൂസ് യൂസ് കാരണം കൊണ്ട് കേട്ടോ. അപ്പം ഞാൻ മുന്നേ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലാക്സീഡ് കൊണ്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. മെയിൻ ആയിട്ടുള്ള ഐറ്റം ഫ്ലാക്സീഡ് തന്നെയാണ്. ഫ്ലാക്സീഡ് അറിയാലോ, ചണത്തിന്റെ വിത്താണ്. അത് നമ്മുടെ ഹെൽത്തിന്, അതായത് ഇപ്പം വെയിറ്റ് ലോസ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസിനും അതേപോലെ മുടിയുടെ വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ തടയാനും എല്ലാത്തിനും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചണത്തിന്റെ വിത്ത് എന്ന് പറയുന്നത്, ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാക്സീഡിന്റെ നമ്മൾ എടുക്കുന്നത് ജെല്ലാണ് കേട്ടോ. ഫ്ലാക്സീഡ് എന്താണ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഫ്ലാക്സീഡ് ഇട്ട് തിളപ്പിച്ചെടുത്ത് അതിന്റെ ജെല്ലാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ആണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഈ ഒരു ചലഞ്ച് എല്ലാവരിലേക്കും എത്തിക്കുക. ഒരുപാട് പേര് ഹെയർ ഫോൾ ഇഷ്യൂസ് ഒക്കെ കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്പ് എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഫ്ലാക്സീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സ്പൂണോളം, ടീസ്പൂണാണ് കേട്ടോ, 2 ടീസ്പൂണോളം ഞാൻ ഫ്ലാക്സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് നന്നായിട്ട് അതിൻ്റെ ആ ജെല്ലൊക്കെ ഇറങ്ങി വരണം. നമ്മുടെ ഈ വെള്ളം എന്നുള്ളത് ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ നിന്ന് മാറിയിട്ട് ജെല്ലായിട്ട് മാറണം. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലോണം ഒരുപാട് സമയം എടുക്കും, എന്നാലും നമുക്ക് നല്ല കൺസിസ്റ്റൻസിയിലുള്ള ഫ്ലാക്സീഡ് ജെല്ല് കിട്ടും. ഈ ഫ്ലാക്സീഡ് ജെല്ലെന്ന് പറയുമ്പം ഫ്ലാക്സീഡ് നിന്നാണ് നമ്മൾ ജെല്ല് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്ലാക്സീഡ് ജെല്ലിൽ ഒത്തിരി വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഇ മാത്രമല്ല, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്, മാഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ 3 തന്നെ വളരെയധികം ഹെയർ ഗ്രോത്തിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിനാണെന്നുണ്ടെങ്കിലും വളരെ നല്ല കാര്യങ്ങളാണ്. അതേപോലെ തന്നെ വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് ജെല്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉള്ള ഫ്ലാക്സീഡൊക്കെ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനിയും കുറച്ചും കൂടി ആവട്ടെ കേട്ടോ. നമ്മളിത് തണുക്കാൻ വെക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് മാറും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി വാട്ടറി ആവുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. തലയിൽ അപ്ലൈ ചെയ്യാനുള്ളതല്ലേ. അപ്പം കുറച്ചും കൂടി നേരം തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തിട്ട് ഒന്ന് സെറ്റിലാവട്ടെ, എന്നിട്ട് തണുത്തിട്ട് നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ അരിപ്പയിൽ വെച്ചിട്ട് നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്രയും കുറച്ച് ഹോൾസിൽ കൂടെ അത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, ജെല്ലല്ലേ. അപ്പോൾ നമ്മൾ ഒരു തുണി എടുത്തിട്ട്, അതായത് ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ, നല്ല വൈറ്റ് കോട്ടൺ എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ജെല്ല് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഏതായാലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു കോട്ടൺ വിരിക്കുകയാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ വേണം വിരിക്കാനായിട്ട്. കളേർഡ് ആയിട്ടുള്ളത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഫ്ലാക്സീഡ് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലാക്സീഡ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലാക്സീഡ് കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞാൽ തന്നെ വീണ്ടും തിക്കായി മാറും. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്യാനും ഒക്കെ കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പം ഒരുപാട് തണുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇച്ചിരി ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഓക്കെ, ഫ്ലാക്സീഡ് ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഫ്ലാക്സീഡിന്റെ ജെല്ല് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണുന്നില്ലേ? ഫ്ലാക്സീഡിന്റെ ജെല്ലാണിത്. അപ്പം ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഞാൻ എവിയോൺ 400 mg ആണ്, എവിയോൺ 400 ആണ് എടുത്തേക്കുന്നത്. എവിയോൺ 400ൻ്റെ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം 2
എവിയോൺ 400 ക്യാപ്സ്യൂളാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നല്ല ജെല്ലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മുടിയൊക്കെ നന്നായിട്ട് ചീകി ഒതുക്കി വെക്കുക. ആൻഡ് എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കാൽപ്പിൽ ഈ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. മുടിയിൽ എണ്ണയൊന്നും ഇന്ന് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഡയറക്റ്റ്ലി ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം കൈവച്ചാലേ നടക്കുള്ളൂ. നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഫേസിലും, അതായത് ഫേസ് നന്നായിട്ട് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ജെല്ല് യൂസ് ചെയ്യാം. നമുക്ക് നല്ലതാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണെങ്കിലും അതേ കണക്ക് നമ്മുടെ എന്താണ് ഫ്ലാക്സീഡിൻ്റെ ആണെങ്കിലും നല്ലതാണ്. മുഖസൗന്ദര്യത്തിനും മുടിക്കും ഹെൽത്തിനും എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ ഇത് ഫ്ലാക്സീഡ് ജെല്ല് എന്ന് പറയുന്നത്. എന്താണ് ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മുടെ സ്കാൽപ്പിൽ അബ്സോർബ് ആവാൻ വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അരമണിക്കൂർ മിനിമം വെച്ചിരിക്കണം കേട്ടോ എന്തായാലും. ഇത് ഞാൻ സ്കാൽപ്പിൽ മാത്രമല്ല ഇപ്പോൾ അപ്ലൈ ചെയ്തത്, കുറച്ചൊക്കെ മുടിയിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. മുടിയുടെ അറ്റത്തോട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മുടി മോയ്സ്ചറൈസ് ചെയ്ത് നിൽക്കാൻ നല്ലതാണ്. ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. ഹെയർ വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് നിങ്ങൾക്ക് ഷാമ്പു വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ താളി യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം. ചുമ്മാതെ അങ്ങനെ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മൈൽഡ് ഷാമ്പു മാത്രം ഉപയോഗിക്കുക. ഒരുപാട് എന്താ പറയുക ഹാർഷ് ആയിട്ടുള്ള ഷാമ്പൂസ് നമ്മൾ ഈ ഒരു ചാലഞ്ചിൽ ഉപയോഗിക്കാണ്ടിരിക്കാം. മൊത്തത്തിലൊരു 30 ഡേയ്സ് ചാലഞ്ച് ആണെങ്കിൽ 30 ഡേയ്സ് ചാലഞ്ചിലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക, ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള ഷാമ്പൂസ് ഒന്നും യൂസ് ചെയ്യരുത്. ഇന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ചാലഞ്ച് കംപ്ലീറ്റ് ആവുന്നത് വരെ നിങ്ങൾ അതുപോലെയുള്ള ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കരുത്. മൈൽഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹെയർ പാക്ക് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാലഞ്ചിൽ വേറെ ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്യുന്നില്ലെങ്കിലും ഇത് ട്രൈ ചെയ്യുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, അതായത് ആഴ്ചയിൽ 3 തവണയായിട്ടെങ്കിലും. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പം ഇന്നത്തെ ടിപ്പ് എല്ലാവരും ഫോളോ ചെയ്യുക. ആഴ്ചയിൽ 3 തവണയെങ്കിലും ഇത് മിനിമം നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഇത് മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ 30 ഡേയ്സ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ. മാനത്തെ ചെമ്പകം പൂത്തില്ലേ, മാമഴപ്രാവു